ഹായ് ഡിയസ്, ഇന്നലെ എൻ്റെ ഫ്രണ്ട് വിളിച്ച് ചോദിച്ചു, ജിസി നീ മോന് എത്ര ദിവസമായപ്പോഴാണ് ഫസ്റ്റ് ഫ്ലൈറ്റിൽ ട്രാവൽ ചെയ്തത്, ഏത് എയർലൈൻസാണ് നിങ്ങൾക്ക് ടിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നതൊക്കെ. അവൻ്റെ ഫ്രണ്ട് ഡെലിവറി കഴിഞ്ഞിട്ട് എമർജൻസി ആയിട്ട് നാട്ടിൽ പോകണം, അപ്പോൾ ടിക്കറ്റ് കിട്ടുന്നില്ല, അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ചോദിക്കാൻ. അപ്പോൾ ഞാൻ മോനെ പ്രസവിച്ചത് 2021 ഒക്ടോബർ 28 അപ്പോൾ ഞാൻ എന്നിട്ട് ഫസ്റ്റ് അവനെ കൊണ്ട് ഫ്ലൈ ചെയ്തത് നവംബർ 6 അതായത് മോന് വെറും 9 ദിവസം പ്രായമുള്ളപ്പോൾ. അപ്പോൾ എനിക്ക് വളരെ എമർജൻസി ആയിട്ട് നാട്ടിൽ പോകേണ്ട ഒരു സിറ്റുവേഷൻ വന്നപ്പോഴാണ് ഞാൻ അങ്ങനെ ഫ്ലൈ ചെയ്തത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നവംബർ 1 ആയപ്പോൾ ഉമ്മ വെൻറ്റിലേറ്ററിലായി. അപ്പോൾ എനിക്ക് എന്തായാലും നാട്ടിൽ പോകേണ്ട ഒരു സിറ്റുവേഷൻ. ന്യൂ ബോൺ ബേബീസിന് ടിക്കറ്റ് കിട്ടാത്ത കാര്യത്തെക്കുറിച്ചൊന്നും എനിക്ക് അത്ര അറിയില്ലായിരുന്നു. പക്ഷേ എനിക്ക് എന്തായാലും നാട്ടിൽ പോകണം. അപ്പോൾ 30 ആയിരുന്നു ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത്. അപ്പോൾ ഖത്തറിനായിരുന്നു ഡെലിവറി. അതുകൊണ്ട് തന്നെ ബർത്ത് സർട്ടിഫിക്കറ്റൊക്കെ ഡിസ്ചാർജ് ചെയ്യുന്ന അന്ന് തന്നെ നമുക്ക് കിട്ടി. പേരൊക്കെ ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ ഇട്ടത് കാരണം. പിന്നെ നമുക്ക് പാസ്പോർട്ട് എടുക്കലും വിസയൊക്കെയാണ് അടുത്ത ടാസ്ക് വരുന്നത്. അപ്പോൾ പാസ്പോർട്ട് എടുക്കണമെങ്കിൽ ബേബി കണ്ണ് തുറന്നിട്ടുള്ള ഒരു ഫോട്ടോ വേണം. അപ്പം ഈ 2-3 ദിവസം പ്രായമുള്ള കുട്ടി കണ്ണ് തുറന്ന് കിട്ടുകയെന്ന് വെച്ചാൽ അതൊരു ടാസ്ക്കാണ്. അപ്പോൾ കരയുമ്പോൾ പോലും കണ്ണ് പൂട്ടിയിട്ടല്ല കരയാൻ. അപ്പോൾ ഫോണും കൊണ്ട് ഇങ്ങനെ നിൽക്കുമായിരുന്നു. അപ്പോൾ ബേബി കണ്ണ് തുറന്നപ്പോൾ ഒരു ഫോട്ടോ എടുത്ത് അപ്പോൾ തന്നെ പാസ്പോർട്ടിന് കൊടുത്തു. എംബസി പോയിട്ട് ഡയറക്റ്റ് കൊടുത്തു. സ്പീഡ് വേണമെന്ന് പറഞ്ഞു. അതുകൊണ്ട് 2 ദിവസം കൊണ്ട് തന്നെ 3-ാം തീയതി ആകുമ്പോഴേക്ക് തന്നെ പാസ്പോർട്ട് കിട്ടി. 4-ാം തീയതി ആകുമ്പോൾ വിസ അടിച്ച്. അപ്പോൾ പിന്നെയാണ് നമ്മൾ ടിക്കറ്റിനെ പറ്റി ആലോചിക്കുന്നത്. അപ്പോൾ ആണ് ഖത്തർ എയർവേസ്, എയർ ഇന്ത്യ ഒന്നും ടിക്കറ്റ് ചുരുങ്ങിയത് ഒരു 2 ആഴ്ചയെങ്കിലും കഴിയണം, എന്നാലേ ടിക്കറ്റ് കിട്ടുള്ളൂ എന്ന് പറയുന്നത്. അതെന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും ഹൈറ്റിൽ കുട്ടികളെ കൊണ്ട് പറക്കുമ്പോൾ കുട്ടികൾക്ക് ബ്രീത്തിങ് ഇഷ്യൂ ഉണ്ടാവും. അപ്പം കാർഡിയാക് അറസ്റ്റ് അതൊക്കെ കൂടുതലാണ്. അപ്പോൾ ഇൻഡിഗോയിൽ അന്വേഷിച്ചപ്പോഴാണ് ഇൻഡിഗോ 7 ദിവസമായ കുട്ടികൾക്ക് ടിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നുണ്ട്. പക്ഷേങ്കിൽ ഇത് പ്രോത്സാഹിപ്പിക്കുന്നില്ല. പക്ഷേങ്കിൽ എന്നാലും അവർ ടിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നുണ്ട്. നവംബർ 6-ാം തീയതി നാട്ടിലേക്ക് പോയി. അപ്പോൾ എന്ന് വെച്ചാൽ നല്ല ടെൻഷനായിരുന്നു. നമ്മളാരും അങ്ങനെ പോവാതിരിക്കലാണ് നല്ലത്. എങ്ങനെ ഇതേപോലത്തെ എന്തെങ്കിലും എമർജൻസി ഉണ്ടെങ്കിൽ മാത്രം പോകലായിരിക്കും നല്ലത്. കാരണം നമുക്ക് നല്ല ടെൻഷനാണ്. ഈ കുട്ടിക്ക് എന്തോ പറ്റുമോ, നാട്ടിലെത്തുമ്പോഴേക്കും നാട്ടിൽ പോകാണ്ടും നിവൃത്തിയില്ല, ഉമ്മാവനെ കാണണം. ടിക്കറ്റ് എടുത്ത് ഒരു പീഡിയാട്രിക് ഡോക്ടറെ വിളിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞ് ബ്രസ്റ്റ് മിൽക്ക് കൊടുത്തുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ പാസിഫയർ വെച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ നമുക്ക് മനസ്സിലാകും കുട്ടികളുടെ മൂവ്മെൻറ്റ്. അല്ലെങ്കിൽ നമുക്ക് കുട്ടി ഉറങ്ങുന്നതാണോ അല്ലെങ്കിൽ വേറെ എന്തോ സംഭവിച്ചോന്നും നമുക്ക് മനസ്സിലായില്ല. അപ്പം നമ്മൾ കുട്ടീനെ ഇങ്ങനെ ഒബ്സർവ് ചെയ്തുകൊണ്ട് നിൽക്കണം. പിന്നെ നല്ല ടെൻഷനായിരിക്കും, ബേബിക്ക് എന്തോ പറ്റുമോ എന്നൊക്കെ ഉള്ള ടെൻഷനായിരിക്കും. അപ്പോൾ മാക്സിമം അങ്ങനെ പോവാതിരിക്കലായിരിക്കും നല്ലത്. വളരെ എമർജൻസി ആണെങ്കിൽ മാത്രം പോവാം. ഇന്നിതിപ്പോൾ ആലോചിക്കുമ്പോൾ നല്ല ടെൻഷനാണ്. പിന്നെ ഞാൻ അവിടെ എത്തി ഒരു 5 ദിവസം ആകുമ്പോഴേക്കും ഉമ്മ മരണപ്പെട്ടു. അതായത് ഞാൻ പ്രസവിച്ച് ഒരു 14 ദിവസം കൃത്യമാകുമ്പോഴേക്ക് തന്നെ ഉമ്മ മരണപ്പെടുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അതിനുശേഷം ഒരു 50 ദിവസം ആകുമ്പോഴേക്കിനെ തിരിച്ച് ഖത്തറിലേക്ക് വന്ന്. നിങ്ങളറിവിൽ ആരെങ്കിലും ഇങ്ങനെ ന്യൂ ബോൺ ബേബീസിനായിട്ട് ട്രാവൽ ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്താൽ മതി. എന്നതിന് ശേഷം ഒരു 10-21 പ്രാവശ്യം അവന്